എൻ്റെ പേര് ബിനോയ്, കല്ലൂർക്കാട്, മൂവാറ്റുപുഴയ്ക്കടുത്താണ് സ്ഥലം. ഞാൻ ഏകദേശം ഒരു 5.5 വർഷമായിട്ട് സൂര്യ 60 എന്ന് പറയുന്ന ആശാ പവറിൻ്റെ MPPT ഉപയോഗിച്ച് സോളാർ വീട്ടിൽ വർക്ക് ചെയ്യുന്നു. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പകൽ സമയത്ത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അതുപോലുള്ള ഹെവി ലോഡുകളും ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് ലോഡുകൾ, വീട്ടിലെ മറ്റാവശ്യങ്ങളും നടക്കുന്നുണ്ട്. രാത്രിയിൽ ആകുമ്പോൾ ഹെവി ലോഡ് ഉപയോഗിക്കാറില്ല. ബാക്കി വീട്ടിലെല്ലാ ലൈറ്റ്, ഫാന്, TV ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം രാത്രി വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഏകദേശം രാത്രി ഒരു 10 മണി മുതൽ 4 മണി 5 മണി വരെ കിട്ടിയ ദിവസങ്ങളുണ്ട്. വൈകുന്നേരം നമ്മൾ ഉപയോഗം കുറവാണെങ്കിൽ അത് കണ്ടിന്യൂസ് ബാറ്ററി ഇൻവെർട്ടറിൽ തന്നെ രാവിലെയും തുടരാറുണ്ട്. ആശാ പവർ MPPTയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല MPPT ആണ്. കാരണം ചാർജിങ് എല്ലാം കറക്റ്റാണ്. അതിനകത്ത് 4 മോഡ് ചാർജിങ് ഉണ്ട്. അബ്സോർപ്ഷൻ, ഈക്വലൈസേഷൻ, ഫ്ലോട്ട്, ബൾക്ക്, 4 മോഡ് ചാർജിങ് ഉണ്ട്. അപ്പോൾ ബാറ്ററിയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ബാറ്ററി ചൂടാവുകയോ അല്ലെങ്കിൽ വെള്ളം വറ്റി പോവുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ബാറ്ററി ഇപ്പോൾ 5.5 വർഷമായെങ്കിൽ പോലും അതിൻ്റെ പുതിയ ബാറ്ററി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ പെർഫോമൻസ് തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ MPPT ആശാ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സർവീസിങ്ങും കാര്യങ്ങളും നമ്മളെ ഗ്യാരണ്ടി കഴിഞ്ഞാൽ പോലും കറക്റ്റായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട്. നമ്മൾ വിളിച്ചാൽ അവർ നമ്മളെ ഫോൺ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ എൻ്റെ MPPTയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാരണ്ടി കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് ലൈറ്റ്നിങ്ങിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ വിളിച്ച് കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. കൊറിയർ ചെയ്തു. MPPT രണ്ടാമത് സർവീസ് ചെയ്ത് റെഡിയാക്കി എനിക്ക് തിരിച്ചയച്ചു തന്നു. ഇപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെന്ത് ഡൗട്ട് ഇതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് ഡീഫോൾട്ട് ചെയ്തേക്കണം, അല്ലാതെ എന്ത് ചോദിച്ചാലും അവർ കറക്റ്റായിട്ട് അതിൽ പറഞ്ഞു തരും. ഇന്ന രീതിയിൽ ചെയ്താൽ മതി, സെറ്റിങ്സ് മാറ്റേണ്ട കാര്യങ്ങളും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഞാനിത് ആശാ പവർ MPPT വെച്ച് സോളാർ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഏകദേശം 1500-നും 1700-നും ഇടയ്ക്ക് കറണ്ട് ബില്ല് വരാറുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു ബിലോ 400, 400-നും 300-നും ഇടയിലാണ് കറണ്ട് ബില്ല് വരുന്നത് 2 മാസം കൂടുമ്പോൾ. അത്രയും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 12 വോൾട്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്, 150 C10 ബാറ്ററി ഉപയോഗിച്ച്. ഇനി ബാറ്ററി മാറ്റേണ്ട സമയമാകുമ്പോൾ ഞാൻ ലിഥിയത്തിലേക്ക് മാറാൻ കൊള്ളാവുന്ന അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് സർവീസ് ചെയ്ത് MPPT കിട്ടിയപ്പോൾ അത് അടുത്ത ഹയർ ഗ്രേഡ് വെർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്താണ് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ ലിഥിയം സപ്പോർട്ടും കൂടി ഉണ്ട്. ആശാ പവർ പ്രൊഡക്റ്റ് ഉള്ളത് അറിഞ്ഞത് ഞാൻ സോളാർ പാനൽ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെയാണ് എനിക്ക് ആശാ പവർ ഇങ്ങനെ MPPT ഉണ്ട്, നല്ലതാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ് അവർ ആണ് തന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് തോന്നി. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ പല ആളുകളും ആശാ പവർ അല്ലാതെ വേറെ ഇൻബിൽറ്റ് MPPT ഉള്ള ഇൻവെർട്ടർ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചു. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ബാറ്ററി പുതുതായിരുന്ന സമയത്തുള്ള പെർഫോമൻസ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടില്ല. ആ ബാറ്ററിയുടെ ഗ്രാവിറ്റി കയറുകയില്ല, ബാറ്ററി ബാക്കപ്പ് ഡൗൺ ആയി പോകും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ആശാ പവർ വെപ്പിച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും ആ ബാറ്ററി പിക്കപ്പായി വന്നു, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ കുറേ ആളുകൾക്ക് ആശാ പവർ MPPT സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകളുണ്ട്, അവരെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആശാ പവർ MPPT ശരിക്കും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു MPPT ആണ്. കാരണം സോളാർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എൻ്റെ അനുഭവത്തിലുള്ള പെർഫോമൻസ് നല്ലതാണ്. അതുകൊണ്ട് നല്ലൊരു MPPT ആയിട്ടാണ് എൻ്റെ അനുഭവം.